ഹണി ട്രാപ്പിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ യുവതിയും ഭർത്താവും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. മലപ്പുറത്താണ് യുവതിയും ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തിയത്. ഇതിന് പിന്നാലെ ചുങ്കത്ര സ്വദേശിയായ രതീഷ് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് സിന്ധു, ഭർത്താവ് ശ്രീരാജ്, ബന്ധുക്കളായ പ്രവീൺ, മഹേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് രതീഷിനെ ഇവർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കി മർദ്ദിച്ചത്. സിന്ധുവിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചായിരുന്നു മർദ്ദനം. ഇതിന് പിന്നാലെ രതീഷ് ജീവനെടുക്കുകയായിരുന്നു. സംഭവത്തിൽ രതീഷിന്റെ അമ്മയും ഭാര്യയും എടക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നിൽ അയൽവാസിയായ സിന്ധു ഉൾപ്പെടെയുള്ളവരാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ പെടുത്തിയെന്നും ആ മനോവിഷമത്തിലാണ് രതീഷ് ജീവനൊടുക്കിയതെന്നുമാണ് രതീഷിന്റെ അമ്മ തങ്കമണിയും സഹോദരൻ രാജേഷും ആരോപിച്ചത്. ഇക്കഴിഞ്ഞ ജൂൺ 11-നാണ് രതീഷിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രതീഷിന്റെ കയ്യിൽ നിന്നും പ്രതിയായ സിന്ധു പണം കടം വാങ്ങിയിരുന്നു. ഈ പണം തിരികെ നൽകാമെന്ന പേരിൽ സിന്ധു തന്ത്രപൂർവ്വം രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. തുടർന്ന് സിന്ധുവും ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ട് കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ഊരിയെടുത്ത് രതീഷിനെ മർദ്ദിച്ച് അവശനാക്കി. വാങ്ങിയ പണം തിരികെ കൊടുക്കാതിരിക്കാനും കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടിയായിരുന്നു ഇവരുടെ ശ്രമം. തുടർന്ന് പ്രതികൾ പകർത്തിയ നഗ്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു മർദ്ദനം. നഗ്നനാക്കി നിർത്തിയ രതീഷിനൊപ്പം യുവതി കൂടി നിന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ പുറത്തുവിടാതിരിക്കാൻ 2 ലക്ഷം രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത്. പണം കിട്ടില്ലെന്ന് ബോധ്യമായതോടെ ആ ഫോട്ടോ രതീഷിന്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ഭാര്യയ്ക്കും കൂട്ടുകാർക്കും അയച്ചു നൽകി. ഇതോടെ നാണക്കേട് താങ്ങാനാവാതെയാണ് മകൻ ജീവനൊടുക്കിയതെന്ന് രതീഷിന്റെ അമ്മ ആരോപിച്ചിരുന്നു. ഡൽഹിയിൽ വ്യവസായിയായ രതീഷ് അവിടെ സ്ഥിരതാമസക്കാരനായിരുന്നു. സഹോദരന്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നാട്ടിലെത്തിയത്. ഇതിനിടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.